ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ ശിവാനിയും വന്നിട്ടുണ്ടല്ലോ, പ്രണവും ഐശ്വര്യയും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഐശ്വര്യയുടെ തലയൊക്കെ അടിച്ച് പൊടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഐശ്വര്യ എസ് പറയുമ്പോൾ ശിവാനിക്ക് സഹിക്കാൻ വയ്യാണ്ട് അവിടുന്ന് വന്നിട്ട് കിട്ടിയ ജഗ് എന്തോ എടുത്ത് തലയൊക്കെ അടിച്ച് പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ഐശ്വര്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ശിവാനി നേരെ വീട്ടിലേക്കും പോരും കേട്ടോ. അങ്ങനെ ഇവർ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇവരൊക്കെ വിചാരിച്ചത് എന്താ വെച്ചാൽ പ്രണവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയും കരയും എന്നൊക്കെയാണ്. പക്ഷേ ആദ്യം പ്രണവിൻ്റെ കൈയൊക്കെ പിടിച്ച് കുറേ പറയുകയൊക്കെ ചെയ്തു, മാപ്പൊന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് കേട്ടോ ഐശ്വര്യനെ അടിച്ചത്. അതിനും പുറമെ നമ്മുടെ പ്രണവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അടുത്ത ഒരടിക്ക് ഇപ്പോൾ ഇവൾക്ക് ചോരയെ വന്നിട്ടുള്ളൂ, ഇനി ഒരടിക്ക് ഇവളുടെ ജീവനും പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് കൊല്ലിഞ്ഞ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നിരിക്കുന്നത് കേട്ടോ അവിടുന്ന്. അങ്ങനെ നേരെ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, എന്താ നീ പറഞ്ഞേ? നീ ഐശ്വര്യം വീണ്ടും അടിച്ചു ചോദിക്കുന്നുണ്ട്. അടിച്ചു മാത്രമല്ല 10 എത്ര സ്റ്റിച്ചിങ്ങളുണ്ടാവും, അത്രയ്ക്ക് ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ. നീ എന്താ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ശിവാനി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി, അല്ല രേണുക പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് മാപ്പ് പറഞ്ഞ് കയറണേന് പകരം നീ ദിവസം ചെല്ലുന്നതോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വല്ല കേസോ ആ കുട്ടിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ എന്തായിരുന്നു സ്ഥിതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി തർക്കിച്ച് നിൽക്കുക തന്നെയാണ്. അപ്പോൾ ഇത് വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ നിധിയും ഗൗതമും കൂടി അടുത്ത പ്ലാൻ ഇറക്കി. അടുത്ത പ്ലാൻ വേറെ ഒന്നുമല്ല, ഡിവോഴ്സ് നോട്ടീസ് കൊണ്ടുവരികയാണ് നിധി ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് മാപ്പ് പറയും എന്നൊക്കെയാണ് വിചാരം. അങ്ങനെ നിധി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി വരുമ്പോഴും നിധിയുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിടരുത് എന്നാണ്. അങ്ങനെയെങ്കിലും തെറ്റ് മനസ്സിലാക്കിയിട്ട് വീണ്ടും പ്രണവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അങ്ങനെ കാല് പിടിച്ചിട്ട് പ്രണവിൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റി വന്നാക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. നേരത്തെ ശിവാനി ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേണുകയായിട്ട്. അപ്പോൾ നിധിയെല്ലാം ഇത് മാറ്റി വെച്ചിട്ട് വിളിക്കുന്നുണ്ട്, ശിവാനി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നിധി കുറച്ച് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഐശ്വര്യനെ അങ്ങനെയൊക്കെ ചെയ്തത്? ഇനി മുതൽ നീയും പ്രണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കണം കേട്ടോ ഡിവോഴ്സ് നോട്ടീസ്. അപ്പോൾ രേണുക അതിന് തടസ്സം നിൽക്കുന്നുണ്ട് കേട്ടോ. നിധി ഇങ്ങനെ ചെയ്യരുത്, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയുന്നത്, ഇത്ര പെട്ടെന്ന് തീരുമാനം എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചീത്ത പറയുന്നുണ്ട്, ഇനി എന്ത് തീരുമാനം എടുക്കാനാണ്? ഇവൾക്ക് അത്രയും ആഗ്രഹമുണ്ട് പ്രണവ് ഇവളെ വിട്ടുപോകരുത്, വേറെ കല്യാണം കഴിക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇവള് അവിടെ ചെന്നിട്ട് പ്രണവിനോട് ചെയ്ത തെറ്റിന് സോറി പറഞ്ഞിട്ട് സ്വയം തിരുത്തല്ലേ വേണ്ടത്, അല്ലാണ്ട് എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് പ്രണവ് ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ ഇവൾ കാല് പിടിച്ചിട്ടോ എഞ്ചിട്ടായാലും എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കേണ്ടതല്ലേ, അതിനെങ്ങനെ ഇവൾ ആദ്യം നന്നാവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് പകരം ഇവൾ എന്താ ചെയ്തത്? ഇനിയിപ്പോൾ അത് പ്രണവ് ക്ഷമിക്കും തോന്നുന്നുണ്ട്, അതാ വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ മോളോട് ഇതിൽ സൈൻ ചെയ്യാൻ പറയും ശിവാനി, ഇതിൽ ഒപ്പിടടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിക്കല്ല വല്ല കൊടുക്കും. ശിവാനി പറയേണ്ടത്, നീ ആരാ, എൻ്റെയും പ്രണവിൻ്റെയും കാര്യമാണ് അതിൽ ഇടപെടാൻ നീ ആരാ, നീ പോയി നിൻ്റെ കാര്യം നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യാങ്കളി വരെയൊക്കെ എത്തി. അപ്പോൾ രേണുക പറയുന്നുണ്ട്, ഞാൻ ഇത്ര നേരം ഇവളെ ഈ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ അവൾക്ക് നല്ല ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഡിവോഴ്സ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറയുന്നത് നിധി. ഇവളിഞ്ഞ് പ്രണവൻ്റെ കൂടെ ചേരാനുള്ള എല്ലാ വഴികളും ഇവിടെ തന്നെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്, വേഗം ഒപ്പിടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, നീ ഒപ്പിട്ടി നീ എന്ത് ചെയ്യൂടി? ഞാനിപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ട് ഡിവോഴ്സിന് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഇവരെന്നെ ഭീഷണിപ്പെടുത്താന്നെങ്ങാനും ഞാൻ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയേണ്ടത്, ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഈ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഗൗതം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ ചെയ്ത് ഓരോരോ കേസുകൾ എണ്ണി പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തെളിവ് സഹിതം ഗൗതം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ഒരൊറ്റ കോള് മതി, എപ്പോൾ വിളിച്ചാലും വരും, പിന്നെ നിനക്ക് എന്നും ജയിലിലെ ചോറിട്ട് കിടക്കാം, നീ ഇനി ഇതിലെങ്ങാനും ഒപ്പുവെച്ചില്ലെങ്കിൽ എൻ്റെ ഗൗതമിന് ഞാൻ ഒറ്റ കോൾ ചെയ്താൽ മതി, പോലീസോടെ വാങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ മാക്സിമം അങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ രേണുകയാണ് കയറി ഇടപെടുന്നുണ്ട് കേട്ടോ. എനിക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ, ഇവളുടെ ജീവിതം അങ്ങനെ പോയി ഞാൻ എന്ത് ചെയ്യും നിധി, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ആ വിചാരം വല്ലത് വിളിക്കുന്നുണ്ടോ? ഇവൾക്ക് എന്ത് അഹങ്കാരമായിട്ട് ഇവള് ഐശ്വര്യ കയറി തല്ലിയത്, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇവളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേണുക പറയേണ്ടത്, ഇത് തന്നെയാണ് ഞാൻ ഇവളേനെ ഇത്ര നേരം ഇവളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് ശിവാനിനെ അടിക്കാൻ നോക്കുന്നുണ്ട് രേണുക. അപ്പോൾ അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ, പിന്നെ ഇവളുടെ വരട്ടി വിട്ടിട്ട് ഞാൻ സൈൻ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി വീണ്ടും പറയേണ്ടത്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ ഒരൊറ്റ കോളിന് വേണ്ടിയിട്ടൊക്കെ ഗൗതമോട് കാത്തിരിക്കണം, അതോടുകൂടി നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ തീരുമാനവും. അത് മാത്രമല്ലടി, അമ്മാവനെ നീയാണ് തള്ളിയിട്ട് കൊന്നെന്നുള്ള നിങ്ങൾ കേസ് കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും, എന്നിട്ട് നിനക്ക് വരാൻ ഇരിക്കുന്ന ഈ സ്വത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അമ്മാവനെ നോക്കിക്കൊള്ളാം, അതിനുശേഷം നീ നിൻ്റെ അമ്മയും കൂടി പിന്നെ തെരുവിൽ നോക്കിയാൽ മതി, മര്യാദയ്ക്ക് ഇതിലെങ്ങനെ ഒപ്പിടുകയാണെങ്കിൽ വല്ലതൊക്കെ തിന്നിട്ടും കുടിച്ചിട്ട് ഇവിടെയൊക്കെ ജീവിക്കാം, അതല്ലെങ്കിൽ എല്ലാ കാലത്തും ജയിലത്തെ ചോറും കഴിച്ച് ജീവിക്കാം, എന്താ വെച്ചാൽ നീ തീരുമാനിച്ചോന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് പേപ്പറും പേനയും കൂടി കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ശിവാനി ഒന്നും മിണ്ടാതെ പേനയും പേപ്പറും മേടിച്ചിട്ട് അവിടെ കസേരയിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പിടാൻ ഇരിക്കണ പോലെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും രേണുക പറയേണ്ടത്, അയ്യോ വേണ്ട ശിവാനി, നീ അങ്ങനെ ചെയ്യണ്ട, നീ എങ്ങനെയെങ്കിലും പ്രണവിൻ്റെ മാപ്പ് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ പോയി ജീവിക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതി മനസ്സിലായിരിക്കണ്ട, ഇത് തന്നെയാണ് ഞാനും ആശിച്ചിരിക്കണത്. പക്ഷേ ഇവൾക്കത് മനസ്സിലാവണമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തുറച്ചു നോക്കിയിരിക്കണം കേട്ടോ ശിവാനി. അപ്പം നീതി പറയേണ്ടത്, എന്താടി ഇങ്ങനെ വീഴ്ച നോക്കിക്കൊണ്ടിരിക്കണേ, നീ എന്നെ തീരുമാനിച്ചോ, ജയിൽ വേണോ വീട് വേണമെന്ന്. അപ്പോൾ ശിവാനി നിധിനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയണ്ട കേട്ടോ, നീ എന്നെ കൊണ്ട് ഒപ്പിടിക്കാതെ ഇവിടുന്ന് പോവില്ല അല്ലേ, നിൻ്റെ റൂട്ടിൽ പോയിട്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുത്തോളാം, എനിക്ക് ആവശ്യമുള്ള പണമൊക്കെ ഞാൻ ഇത് കൂടെ സാധിച്ചെടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധി പറയണ്ട കേട്ടോ, എന്തായാലും ആലോചിച്ചിരിക്കണേ, ഒപ്പിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ശരി ഒപ്പിടാം എന്ന് പറഞ്ഞു. ഒപ്പിടാം എന്ന് പറഞ്ഞപ്പോൾ നിധിയുടെ മുഖമൊക്കെ പോയിട്ടോ, ഇത് പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പോൾ രേണുക പറഞ്ഞിട്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശിവാനി ഒന്നും കേൾക്കണില്ല. ശിവാനി പറയുന്നുണ്ട്, വെറുതെ അങ്ങോട്ട് കൈ എന്താ പറയുക സൈനിട്ട് തരാൻ ഞാൻ എന്താ പൊട്ടത്തിയാണോ, ഞാൻ ചോദിക്കണ പൈസ അതെനിക്ക് കിട്ടിയിരിക്കണം, അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് ആദ്യം 10 ലക്ഷം രൂപ വേണം, പൈസ കൊണ്ടുപോവാ, എന്നാൽ പിന്നെ ഞാൻ സൈൻ ചെയ്യാം. അപ്പം നിധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ വിവരം കെട്ടവളെ കൊണ്ട് തോറ്റു, ഈ സമയത്തെങ്കിലും പൈസയെ കുറിച്ച് മാത്രമേ അവൾക്ക് ചിന്തയുള്ളൂ, പ്രണവൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം അവൾക്ക് അപ്പോഴും ഇല്ല. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, പൈസ ഇല്ലാതെ ജീവിക്കണേക്കാളും ഭേദം ജയിലിൽ കിടക്കുക, നീ പൈസ തരുന്നുണ്ടല്ലേ. അപ്പം നീതി പറയാം, ആ തരാം, ഒപ്പിട്ട് തൊലക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ അങ്ങനെ വാ, അല്ലാണ്ട് ശിവാനിനെ ആരെ കൊണ്ടും കളിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് ആൾ വളരെ കൂളായിട്ട് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ നിധിക്ക് അത് മേടിച്ചിട്ട് പോരുമ്പോഴും നിധിക്ക് മനസ്സിന് വിഷമമാണ് കേട്ടോ, അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നിധി ഗൗതം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, നമ്മുടെ പാറു വരെ അറിഞ്ഞിട്ടില്ല അവിടെ പോണത്. അങ്ങനെ നിധി തിരിച്ചെത്തണം. നിധി തിരിച്ചെത്തുമ്പോൾ ഗൗതം വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, ഓ എന്തായാലും ഇപ്പോൾ ഒപ്പിട്ടുണ്ടാവില്ല ശിവാനി, ഇതോടെ ഡിവോഴ്സ് പേപ്പറിൽ എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വേഗം വന്നപ്പോൾ നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഒപ്പിട്ടോ ഇല്ലല്ലോ അല്ലേ പറയുന്നത്. അല്ല ഗൗതം എന്ന് പറയുമ്പോഴേക്കും, ആ എനിക്കറിയാം ശിവാനി എന്തായാലും ഡിവോഴ്സ് ഏതൊന്നും ഒപ്പിടില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയേണ്ടത് കേൾക്ക്, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ അവളത് ഒപ്പിട്ടോ, ഇതെന്താ ഇപ്പം ഇങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് പ്രണവ് അതിങ്ങനെ അല്ല നമ്മുടെ ഗൗതം അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് പ്രണവ് എന്തോ ചോദിക്കാനായിട്ട് ആ വഴിക്ക് വരണത് കേട്ടോ. അപ്പോൾ വേഗം അങ്ങനെ മാറ്റി പിടിച്ചു ഇങ്ങനെ വർത്തമാനത്തിനിടയ്ക്ക് പ്രണവ് ഇത് കണ്ടു. പ്രണവ് കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കട്ടെ, ഇത് എന്താ ചേട്ടാ എന്ന് വെച്ചിട്ട് മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അത് ഡിവോഴ്സ് പേപ്പറാ, ഇതൊപ്പിട്ട് മേടിച്ചോ, ഭയങ്കര സന്തോഷമായിട്ടോ പ്രണവിന്. എൻ്റെ ഓരോ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഏട്ടതൊക്കെ ചെയ്തല്ലോ, ഓ താങ്ക് യു ചേച്ചി, താങ്ക് യു എടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. നിധിക്കും ഗൗതമിന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി പോയി. അപ്പോഴേക്കും പ്രണവ് കൂക്കി വിളിക്കുന്നുണ്ട് അമ്മേനെ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പാറുവിന് അതിലേറെ സന്തോഷമായി. പാറു കുറേ പൊക്കി പറഞ്ഞിട്ട് നിധിനെ, നീ ഇത്ര പെട്ടെന്ന് ചെയ്യും ഞാൻ വിചാരിച്ചില്ല മോളെ, കാര്യം നിങ്ങൾ അവസ്ഥ അറിഞ്ഞുകൊണ്ട് പെരുമാറില്ല, അതാണ് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് നിധിനെയും ഗൗതമിനെ ഇട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷത്തിൽ മധുരം ഉണ്ടാക്കാൻ പോവാണ് അമ്മാട്ട. പാറു പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് കേട്ടോ, നിനക്ക് എന്താ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രണവ് പറഞ്ഞിട്ട് ഞാനും കൂടെ അമ്മേ എന്നും പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് ഇത് ആഘോഷിക്കാനായിട്ട് മധുരമൊക്കെ മേടിക്കാൻ മധുരം ഉണ്ടാക്കാനായിട്ട് പോയിരിക്കണം കേട്ടോ. അപ്പോൾ ഗൗതമൻ നിധിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആകെ ദയനീയ അവസ്ഥയിലാണ് കേട്ടോ രണ്ടുപേരും നിൽക്കണത്. പ്രണവിലെ പേപ്പർ കണ്ടപ്പോൾ ആദ്യം പാറു ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തിനു വിളിച്ചത്, ഇതെന്താ വലിയ ബിസിനസ്സിൻ്റെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള എഗ്രിമെൻറ്റ് വലുതാണോ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ പ്രണവ് പറയുന്നത്, ഇത് പുതിയ ബിസിനസ് തുടങ്ങാനുള്ളതല്ല, പുതിയ ജീവിതം തുടങ്ങാനുള്ള എഗ്രിമെൻറ്റ് അമ്മയെന്നാണ് കേട്ടോ പറയുന്നത്. വളരെ സന്തോഷത്തില്ലേ. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.